dinosaurs lost. അപ്പുവിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസർ. Dinosaur. അപ്പുവിന് ഡൈനോസറെ വലിയ ഇഷ്ടമാണ്. ചില സമയത്ത് അപ്പുവിന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും. ആരാ ശബ്ദം ഉണ്ടാക്കിയത്? അപ്പു, നീയാണോ? Dinosaur. ഗുഡ് നൈറ്റ് മീനു. ഗുഡ് നൈറ്റ് അപ്പു. ഗുഡ് നൈറ്റ് ഡിനോസർ. അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും. Dinosaur. അപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ്. മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ്. ഞാൻ ജയിച്ചു. ഓ, വെൽ ഡൺ മീനു. അപ്പു, എന്തിനാ നീ കരയുന്നേ? Dinosaur. അപ്പു, എന്താ ഡൈനോസറിനെ കാണാനില്ലേ? അപ്പുവിന് ഡൈനോസറെ നഷ്ടമായി. കരയണ്ട അപ്പു, നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം. അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ്. Daddy, എന്തായി detective? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവനാണ്. ഞാൻ detective ആവാൻ പോകുകയാണ്. ഓക്കെ, ശരി. മീനു ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പോ നല്ല detective ആണ്. ഞാൻ എന്നെ ഡൈനോസറിനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ നിന്റെ ഡൈനോസർ എവിടെ പോയി? അപ്പുവിന് അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന്. ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം. എനിക്കറിയാം അതെവിടെയാണ്. ഡൈനോസർ കിച്ചണിലില്ല. ഡൈനോസർ അപ്പുവിന്റെ ബെഡിലുമില്ല. ചിലപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാകും. ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പു, നിനക്ക് ഡൈനോസറിനെ മുകളിലേക്ക് എറിഞ്ഞു കളിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. വെൽ ഡൺ മീനു, നീ ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവാണ്. ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി. എനിക്ക് തോന്നുന്നത് ഡിനോസറിനെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ്.